ഇതിനെന്താ പറയാ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഇഗ്ലു പറഞ്ഞോ. ഇഗ്ലു ഹൗസിൽ കയറാൻ വേണ്ടി പോകണട്ടാ. അയ്യോ, നീ എന്റെ മറ്റേ ഫോൺ എടുക്കണ മൈക്ക് സൗണ്ട് കിട്ടൂലേ. ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറാൻ പോകുന്നത്. എന്താവെന്ന് അറിയത്തില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ. ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. പൊളിച്ച് തലയിൽ വീഴാണ്ടിരുന്നത്. പിശാശൊക്കെ ഉണ്ടാവും. അതെ, പിശാശം ഉണ്ടാവും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ചായയൊക്കെ ആയിട്ട് വരായിരുന്നു. ചായ അല്ലേ? താഴത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറണ്ടാന്ന്. കൗതുക ലേശം കൂടുതലാണ്. ഇവിടെ ഇരിക്കുന്നാലോ ആയിരുന്നു. ഉണ്ടാക്കിയവർക്ക് എന്തായാലും ഒരു കസാരയും കൂടെ കൊണ്ടുവിട്ടായിരുന്നു. കസാര കിട്ടും. പൊളിഞ്ഞ് വീടരുന്നിട്ടാ. മൈക്കില്ല, അതുകൊണ്ട് നീ സംസാരിക്കണമെന്ന്. സൗണ്ട് ഒച്ചല് സംസാരിച്ചാലേ കേൾക്കുള്ളൂ. ആണല്ലേ? ഇവിടെ ആണെങ്കിൽ ഒരു വിൻഡോ ഒക്കെ ഉണ്ട്. അത് കാണണമെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് വന്നു അപ്പൊ കാണാം. ഇത് പിടിച്ചാ വണ്ട എടുക്ക്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല. ആണല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇത് ഇവിടെ ഒരു വിൻഡോ ഒക്കെ ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ ഫ്ലാഷ് ഇല്ല, അപ്പൊ തിരിച്ചതിന് എടുക്കാം. ഞങ്ങൾ ഇഗ്ലൂവിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. കുറച്ചേരം കൂടി ഇരിക്കാ. പൊളിഞ്ഞ് തലയിൽ വീഴോ? ആക്ച്വലി ഇവര് വലിയൊരു കട്ടയായിട്ട് ഉണ്ടാക്കിയാണ്. വലിയ കല്ല് പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് അതായത് ഐസ് ഇവര് കല്ല് പോലെ ആക്കും. കണ്ടോ? അങ്ങനെ കല്ല് പോലെ ആക്കിയിട്ടാണ് അവരിത് പണിതേക്കുന്നത്. മേൽക്കൂരയൊക്കെ ഉണ്ട് കേട്ടോ ഐസ്. നീ വലിയ വ്ളോഗറായാലും തുടക്കത്തില്ലേ? എല്ലക്കാ വലിയ വ്ളോഗറാണ് ഇവള്. മുകളിലൊക്കെ കമ്പും കഷ്ണമൊക്കെ വെച്ചിട്ടാണ് ഇവര് സെറ്റ് ചെയ്തേക്കണം. എന്തായാലും ഇത് ഉണ്ടാക്കിയത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നേരത്തെ വന്നപ്പോൾ കംപ്ലീറ്റ് പൊളിഞ്ഞടക്കായിരുന്നു പുറകിൽ. ഇത് ഏതോ പിള്ളേര് അല്ലെങ്കിൽ ആരോ ഫുള്ളാക്കിയിട്ടുണ്ട്. എന്നാലും അവർക്ക് നന്ദി. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സംഭവത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ എനിക്കത് കയറാനുള്ള അവസരം അവരുണ്ടാക്കി തന്നു. താങ്ക് യു. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് സീനാന്ന് ഞാൻ പറയില്ലല്ലേ?